ഹരേ കൃഷ്ണ രാധേശ ഹരേ നാരായണ ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞ് എങ്ങനെയാണ് പൊന്നുണ്ണി ഇങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുകയെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലേ. എങ്ങനെയെങ്കിലും കണ്ണനെ ഒന്ന് കണ്ടാൽ മതി. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എന്ത് ഭാവത്തിലായിരിക്കും, എങ്ങനെയുള്ള ഭാവത്തിലായിരിക്കും ഇന്ന് ഉണ്ണി ഉണ്ടാവുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ കണ്ണൻ അതാ ഉച്ചപൂജ നട തുറന്നു കേട്ടോ. അങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കാണ്. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ എല്ലാവരും എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പൊന്നുണ്ണിയെ കാണാനായിട്ട് ആ ഗുരു ഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ രാധേശ്വരം. പൊന്നുണ്ണി കണ്ണനെ നമ്മളിങ്ങനെ കാണാനായിട്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ ശ്രീലകത്തേക്ക് മെല്ലെ നടക്കാല്ലേ. അങ്ങനെ പൊന്നുണ്ണിയെ ഇങ്ങനെ കാണാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയാ പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്തുള്ളത്? കള്ള കുസൃതിയോട് കൂടി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇങ്ങനെ ആ ലാസ്യ ഭാവം ഉണ്ടല്ലോ, ആ മുഖം ഉണ്ടല്ലോ, എന്തും ഭംഗിയാ കാണാന്നറിയാം. എന്താപ്പ ചെയ്യണത്? കയ്യിലതാ ആ സ്വർണ്ണക്കുടം, രണ്ട് കാലിൻ്റെ ഇടയിലായിട്ട് ആ സ്വർണ്ണക്കുടം ഇങ്ങനെ വെച്ചിട്ട്, സ്വർണ്ണപാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നിറയെ വെണ്ണയുണ്ട് കേട്ടോ. അങ്ങനെ യശോദാമ്മ നിറയെ വെണ്ണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ അതാ കൈകൊണ്ട് വാരി 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 വായേലും മുഖത്തും മേത്തും എല്ലാം അവിടെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് വെണ്ണയുടെ ആ രസഭാവത്തിലിങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ കള്ളനോട്ടം കുസൃതിയൊക്കെ ആയിട്ട് അമ്മ എനിക്ക് ഇതാ നിറയെ വെണ്ണ തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ പൊന്നുണ്ണി ഇങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ ആ വെണ്ണ കുടമൊക്കെ ആയിട്ടിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവമാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. എല്ലാവർക്കും കാണാൻ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ കള്ള ചിരിയൊക്കെ ഉണ്ടല്ലേ. നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ആരൊക്കെയാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളത്? അങ്ങനെ കാണാൻ വന്നിട്ടുള്ള എല്ലാവരെയും പൊന്നുണ്ണി ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ വെണ്ണ ഇങ്ങനെ വാരി വാരി തിന്നുകൊണ്ട് മുഖത്തും മേലൊക്കെ വെച്ച് തേച്ചുകൊണ്ടുള്ള പൊന്നുണ്ണിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണി അതാ പൊന്നിൻ കിരീടമൊക്കെ വെച്ച് മേൽപ്പീലിയൊക്കെ ചാർത്തിക്കൊണ്ട് ഗോപീചന്ദന കുറിയൊക്കെ തൊട്ടുകൊണ്ട് ആ നല്ല സ്വർണ്ണ കുടമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പട്ടുകോണമൊക്കെ എടുത്തുകൊണ്ട് പൊന്നുണ്ണി കണ്ണ അതാ അവിടെ ഇരിക്കുകയാണ്. പൊന്നുണ്ണിയുടെ അടയാഭരണങ്ങളൊക്കെ കാണാം. അരമണിക്ക് ഇങ്ങനെ കാലത്തളകളൊക്കെ കാണാം. ചെവിപ്പൂക്കളൊക്കെ അതിമനോഹരമായിട്ടുള്ള ചെവിപ്പൂക്കളെ കാണാം. ഉണ്ടമാല വനമാല എല്ലാം ചാർത്തിയിട്ടുണ്ട്. മയിൽപ്പീലി നെറുകയിൽ കുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണ ഇങ്ങനെ നമ്മളെ കാത്ത് നിൽക്കുന്ന ലാസ്യഭാവമാണ് നമുക്കിങ്ങനെ കാണാൻ. നമ്മൾ ചെല്ലുന്ന ഓരോരുത്തർക്കും നമ്മളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് കണ്ണ നമ്മുടെ അടുത്തേക്ക് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട്. കണ്ണൻ അങ്ങനെ നമ്മളെ മാട്ടി വിളിക്കുകയാണ്. ഇവിടെ വരൂ അമ്മേ, ഇവിടെ വരൂ അമ്മേ എന്നും പറഞ്ഞിട്ട് മാട്ടി വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനതാ വയറൊക്കെ നിറഞ്ഞ് കുമ്പയൊക്കെ നന്നായി നിറഞ്ഞ് വീർത്തിട്ടുണ്ട് കേട്ടോ കണ്ണന്. പൊന്നുണ്ണിക്ക് മതിയായിട്ടുണ്ട്. അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ നമുക്കതാ നമ്മളെത്തുന്ന ഓരോരുത്തരും കണ്ണനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും കണ്ണൻ അതാ ഇങ്ങനെ കൈനീട്ടി വെണ്ണ വാരിക്കൊണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ വായിൽ വെച്ച് തരുന്ന ആ വെണ്ണക്കണ്ണൻ്റെ ആ മനോഹരമായ കുസൃതി നിറഞ്ഞ ആ പാവത്തെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിങ്ങനെ കുളിരണിയാണ് അല്ലേ. നമുക്ക് പൊന്നുണ്ണിക്കണ്ണൻ വായിൽ വെച്ച് തന്ന ആ വെണ്ണ അങ്ങനെ നമ്മളിങ്ങനെ നാവിൻ തുമ്പത്ത് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിങ്ങനെ കുളിരണിയുന്നുണ്ട്. കണ്ണൻ്റെ കയ്യിൽ നിന്ന് വെണ്ണ വാങ്ങാൻ കിട്ടിയ നമ്മുടെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തും നമുക്ക് സന്തോഷവും വരുന്നുണ്ട്,
സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ ഇന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണന്റെ കയ്യിൽ നിന്ന് ആ വെണ്ണ വാങ്ങി കഴിക്കാനുള്ള ഭാഗ്യവും സിദ്ധിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പൊന്നുണ്ണിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ വെണ്ണ വാങ്ങി തിന്നാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ ശബ്ദത്തോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ തരുന്ന വായിലേക്ക് വെച്ച് തരുന്ന ആ വെണ്ണയുടെ ആ രസം, ആ കുളിര് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലിങ്ങനെ ആശ്വാസമേകിക്കൊണ്ട് കുളിർമയേകിക്കൊണ്ട് നമ്മുടെ ഈ സർവ്വ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം പൊന്നുണ്ണിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ആശ്വാസത്തിൻ്റെ ആ നിഴലായിട്ട് ആ പൊൻവെളിച്ചമായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി മനസ്സിലേക്ക് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരാൻ മനസ്സിങ്ങനെ നിറയട്ടെ. ആ തൂവെണ്ണ നിറയും പോലെ തന്നെ ആ പൊന്നുണ്ണിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നമ്മുടെ മനസ്സിങ്ങനെ കുളിരണിയട്ടെ, മനസ്സിൽ വന്നു നിറയട്ടെ. കണ്ണൻ തന്ന ആ തൂവെണ്ണ വാരിക്കഴിക്കാൻ സാധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിത്യമായ ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് തിരിയാണ്. പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് മനസ്സിൽ എപ്പോഴും ആശ്വാസത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും വഴികളിലേക്ക് നമ്മളെ ഭഗവാൻ ഇങ്ങനെ നയിച്ചുകൊണ്ട് കൂടെ ആരുണ്ട്? കൂടെ കണ്ണനാണുള്ളത്, നമ്മുടെ ഒപ്പം കണ്ണനാണുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ എല്ലാ തരത്തിലുള്ള വിഷമതകളും എല്ലാ തരത്തിലുള്ള വേദനകളും കണ്ണൻ അങ്ങനെ ആ തൂവെണ്ണ നമുക്ക് വെച്ച് തന്നുകൊണ്ട് നമുക്ക് എല്ലാ മാറ്റങ്ങളും ഭഗവാൻ ഉണ്ടാക്കി തരുന്നതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വര ദേശം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം.